ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ കോലും കമ്പൊക്കെ എടുത്ത് നിൽക്കുന്നത്, രാത്രിയിൽ എന്താണെന്ന്. ഇത് രാത്രിയിൽ എടുത്ത വീഡിയോ കേട്ടോ. കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന കുറച്ച് എന്താ നൈറ്റ് റൊട്ടീനൊന്നും അല്ല, ചുമ്മാ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ കാണിക്കും. ഞാൻ പൊതുവെ അങ്ങനെ കാണിക്കുന്നൊന്നുമല്ലോ. അപ്പോൾ ഇത് കാണിക്കാമെന്ന് വെച്ച് തന്നെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ ട്രൈപ്പോഡ് വന്നിട്ട് മീഷോന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നില്ല, ഒരു മീഷോന്ന് ട്രൈപ്പോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ, ചെറുത് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് വെച്ചിട്ടൊക്കെ കുറച്ച് എടുക്കാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ച്. പണ്ടിൻ്റെ ഒരു ട്രൈപ്പോഡ് ഉണ്ടായിരുന്നേ, അതെവിടെ പോയി എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെച്ചാൽ ആദ്യമേ വാടക വീട്ടിൽ നിന്ന് നമ്മുടെ തറവാട്ടിലോട്ട് വന്ന് അവിടുന്ന് പിന്നെ പുതിയ വീട് വെച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എവിടെയോ മിസ്സായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫായിട്ട് എവിടെയോ വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഇനി മരിക്കുവോളം സേഫായിട്ട് അവിടെ തന്നെ ഇരിക്കും. അതാ പ്രശ്നം. എനിക്ക് ഈ ഇടയിട്ട് കുറച്ച് ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ വെക്കുന്ന എവിടെയാണെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതിപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിച്ചപ്പോൾ 175 രൂപയെ. ഇത് വാങ്ങിച്ച് ഇനി ശങ്കുവിനും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അവനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തോ അതൊക്കെ ഇനി ഓപ്പൺ ആക്കുമെന്തോ. അപ്പോൾ ഞാൻ അവനും കൂടി ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അത് കൊടുക്കാമെന്നൊക്കെ എഴുതിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞങ്ങോട്ട് കാട് കയറി പോവുക. നമ്മളെന്താ പറഞ്ഞു തന്നെ നൈറ്റിലെ കാര്യം. അപ്പോൾ കുറച്ച് കണക്കൊക്കെ എഴുതാനുണ്ടായിരുന്നു, അതെല്ലാം കണ്ണൻ്റെ വക എഴുതി. പിന്നെന്തോ കൂട്ടാനോ കുറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ ഫോൺ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മുടി കെട്ടാമെന്ന് പറഞ്ഞു. ശരിക്കും മുടി കെട്ടാമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നതേ, ചീവി ഒന്ന് കെട്ടാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവനിതെല്ലാം ചെയ്യാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ അതൊക്കെ ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ മുടി കെട്ടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് മസാജ് ചെയ്ത് തരുമെന്ന് വെച്ചു. പക്ഷേ ഈ മസാജ് ചെയ്യുന്ന കാര്യം എനിക്ക് പൊതുവെ ഞാൻ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. ശങ്കുവിനാണെങ്കിലും കണ്ണനാണെങ്കിലും ചെയ്ത് കൊടുക്കും. കൃമാന്നിരിക്കും കേട്ടോ, പ്രത്യേകിച്ച് കണ്ണൻ. ശംഖു ആണെങ്കിലും അങ്ങനെ തന്നെ തലയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ ശംഖുവിനേക്കാളും മുടി കുറവാണ് കണ്ണന്. അപ്പോൾ ശംഖുവിൻ്റെ തലയിൽ ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുടിയുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ കൈ ഓടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എന്ന് വെച്ചാൽ ആ മുടിയുടെ ഇടയിൽ കൂടി കൈ പോകുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ. പക്ഷേ കണ്ണൻ്റെ തല ഒരു മുട്ടയല്ല, ഓനെങ്ങാനും വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്നെ കൊല്ലുമായിരിക്കും. എന്ന് വെച്ചാൽ മുടി കുറവാണല്ലോ. അപ്പോൾ ആ ഒരു നല്ല ഹെയർ ഉള്ളവരുടെ മുടിയാണെങ്കിൽ നല്ല രസമാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ പക്ഷേ കണ്ണൻ്റെ തലയിൽ എങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ നമ്മുടെ കൈ എടുപ്പിക്കില്ല. അങ്ങനെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു നീ എൻ്റെ തല എന്തായാലും ചെയ്തതാണ്, വെറുതെ ഇരിക്കണേല്ലേ, ഫോൺ കുത്തിക്കൊണ്ടിരിക്കണേല്ലേ, ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എന്തോ ചെയ്തട്ടെ പറഞ്ഞാലൊക്കെ അനുസരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ തന്നെ ചെയ്തൊക്കെ തന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഏതായാലും മുടി പിന്നാൻ പോവുകയാണ്. ചടയൊക്കെ ഉണ്ട്. ഈ കേളി ഹെയർ ആകുമ്പോഴത്തേക്കും അഴിച്ചിട്ട് അപ്പം തന്നെ ചടയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അധികം പണിയാൻ നിൽക്കേണ്ട, മുടി മൊത്തം പൊട്ടി പോവുകയും ചെയ്യും. പിന്നെ മുട്ട അടിച്ചതിന് ശേഷം ഇപ്പോൾ ഇത്ര മുടിയൊക്കെ വളർന്നിട്ടാ. അപ്പോൾ എൻ്റെ മുടി പിന്നി കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്, ബൈ.